കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ആയുർവേദ എക്സ്പോ നടന്നു. ആയുർവേദ എക്സിബിഷനാണ്. ഇത് കാണുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളും പിന്നെ പല പുതിയ അറിവുകളും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് പതുക്കെ ഈ ആയുർവേദ എക്സിബിഷൻ കാണാം. അപ്പോൾ ഇവർ ആദ്യം തുടങ്ങുന്നത് ഈ ഭാരതീയ ചികിത്സയെ പറ്റിയാണ്. പിന്നെ യുനാനി, ആയുഷ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിത്രത്തിലൂടെ കാണിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയുർവേദ കോളേജുകളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. എല്ലാം പുതിയ അറിവുകളാണ്. പിന്നെ ഇവിടെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട പല കാര്യങ്ങൾക്കുമുള്ള ഒരു റെസിപ്പി ബുക്കും കൂടെ ഉണ്ട്. അത് വായിച്ച് നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പറ്റും. റാഗി, ബദാം, പിസ്ത, കശുവണ്ടിപ്പരിപ്പ്, എള്ള്, ഉണക്കമുന്തിരി ഇതൊക്കെ ഉപയോഗിച്ചാണ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇതൊക്കെ ജ്യൂസായും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ അടുത്തത് ആരോഗ്യം യുനാനിയിലൂടെ. ഈ സ്ഥലത്ത് നമുക്ക് ഈ യുനാനിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ അവരുണ്ടാക്കിയ ഒരുപാട് ടോണിക്കും അങ്ങനെയൊക്കെയുണ്ട്. യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ്. അവിടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ആയുർവേദ കോസ്മോളജി, ആയുർവേദത്തിലൂടെ നമ്മളെ സൗന്ദര്യ സംരക്ഷണം. അടുത്തത് ഫാദർ ഓഫ് സർജറി, അദ്ദേഹത്തിൻ്റെ പേരാണ് ശുശ്രുത. ആയുർവേദത്തിൻ്റെ ഫാദറാണ്. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഒരുപാട് നമ്മുടെ ലങ്സ്, ലിവർ, തൈറോയ്ഡ് ഗ്രന്ഥി ഇവയെല്ലാം ഇങ്ങനെ ഒരു കണ്ണാടി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഫിസിയോളജി, അതായത് ആയുർവേദ പ്രകാരം പറയുന്നത് ക്രിയ ശരീർ. പിന്നെ ഒരുപാട് അനാട്ടമി, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, ഡിസീസ്, അതിനെ പറ്റിയാണ് അടുത്ത എക്സിബിഷൻ. അടുത്ത സെക്ഷൻ ജനറൽ സർജറി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ഡെമോ ഇവിടെ വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് മനസ്സിലാവും. നേസൽ കാവിറ്റി, പല്ലിൻ്റെ, ഇതൊക്കെ എല്ലാം വലിയ വണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകാം. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നീടുള്ളത്. ഇനി ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഇനിയെല്ലാം നമുക്ക് ഓരോന്നും വായിച്ച് മുമ്പോട്ടേക്ക് നീങ്ങാം. ഇനി പലതരം കൊതുകുകളെ പറ്റിയുള്ള പഠനമാണ്. ഇത്തരം കൊതുകുകൾ കടിച്ചാൽ നമുക്ക് വരാവുന്ന അസുഖങ്ങളെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ത്രിഫലം, രസായനം തുടങ്ങിയവ ചെറിയ ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് പവിഴപ്പുറ്റ്, ഇങ്ങനെ ഓരോ സാധനത്തിൻ്റെ മുകളിലും എഴുതി വച്ചിട്ടുണ്ട്. ശംഖ്, കോപ്പർ, പിന്നെ ഇതാണ് ശിലാജതു, മിനറൽ പിച്ച്, ഹരതാലം, ഗേറിക്ക, അതായത് കാവ്യമണ്ണ്, ഗന്ധകം, സൾഫർ. ഇനി നമുക്ക് ഓരോ മത്സ്യത്തിൽ നിന്നും കിട്ടുന്ന
കാൽഷ്യം ഇതിനെപ്പറ്റിയൊക്കെയാണ്. ഇത് സൈനികർക്കുള്ള ചികിത്സാ ഇവിടെ കുറേ മെഡിസിനൽ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്. രക്തചന്ദനം, പിന്നെ ശതാവരി, അരുത, ഇതാണ് ദർഭ പുല്ലില്ലേ, അതൊക്കെ ആയുർവേദത്തിൽ പെട്ടാണ്. ആയുഷ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ടോക്ക് ഷോയുടെ രണ്ടാമത്തെ സെഷനായ വ്രണരോഗങ്ങളുടെ മാനേജ്മെൻറ്റ് ആയുർവേദത്തിലൂടെ എന്നുള്ള വിഷയത്തിനെ പറ്റിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ പയ്യന്നൂരിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സാജൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ വേദന ഉണ്ടാവില്ല, വ്രണങ്ങൾ ഉണ്ടാവുന്നത് അറിയില്ല, കാല് മുട്ടി തട്ടി പൊട്ടി വലിയ കുന്നുകൾ ഉണ്ടാവാം, ഉണങ്ങില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ തൈലോ എന്ത് മരുന്ന് വേണമെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് പ്രമേഹം നോക്കണം. പ്രമേഹത്തിൻ്റെ നില, പ്രമേഹം എത്രത്തോളം ഉണ്ട് എന്ന് ആദ്യം നോക്കിയിട്ട് വന്നാലേ ഞാൻ എന്ത് മരുന്ന് തരുള്ളൂ, ഇല്ലെങ്കിൽ തരില്ലാന്ന് പറഞ്ഞു. അത് അത്രയും പിന്നെ ഒരു ലാഘവത്തോട് കൂടിയിട്ടാണ് ആയുർവേദ ചികിത്സയ്ക്ക് ആളുകൾ പുരട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്നുകൾ കൊണ്ടുപോകാം എന്നുള്ളൊരു ലാഭത്തോട് കൂടിയിട്ടാണ്. ഞാൻ നമ്മുടെ അവിടെ തന്നെ ലാബുണ്ട്, ആശുപത്രിയിൽ തന്നെ ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. നോക്കി അപ്പോൾ ഷുഗർ ലെവൽ എന്ന് പറയുന്നത് HbA1c എന്ന് പറയുന്നത് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ HbA1c ആണ്. ഒരു 300-നടുത്തൊക്കെ ഷുഗർ ഉണ്ട് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാലിൻ്റെ പുണ്ണും ഉണവും എല്ലാ സംഗതി റെഡിയാവും, കാലിൻ്റെ അരപ്പുണ്ട് അത് മാറും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആയുർവേദ ചികിത്സ, കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ചിത്രമാണത്. ഇപ്പോഴും ചികിത്സയിലാണ്. ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പാണ് ചികിത്സ തുടങ്ങിയത്. ഇപ്പോൾ ലാസ്റ്റ് എടുത്തൊരു പിക്ചറാണ് രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നേരത്തെ ഞാൻ കാണിച്ചത് ഒരു പ്രമേഹ വ്രണം കൊണ്ടുണ്ടായിട്ടുള്ള കലയാണ്. ഇത് ഒരു നമുക്കറിയാം വ്രണങ്ങൾ ഉണ്ടാവാൻ. ഈ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഫുഡ് കോർട്ടാണ്. അവസാനമായി ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ നൃത്തമാണ്.